വ്യൂവേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളെ ഒരു ഉച്ചക്കത്തെ ഊണിനുള്ള വിഭവങ്ങളുടെ തയ്യാറെടുപ്പുകളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നും നമ്മളെ വീട്ടിലൊരു മീൻ മുളക് കിട്ടുന്നുണ്ടാകും. അപ്പോൾ ഇന്ന് നമുക്ക് കഷ്ണമീൻ കിട്ടിയിട്ടുണ്ട്. ഏതാണെന്നൊന്നും അറിയില്ല, കഷ്ണം വെട്ടിയ മീൻ മുഴുവൻ എനിക്ക് കഷ്ണമീനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, പ്രത്യേകിച്ചൊന്നും പറയില്ല. നമ്മൾ കടുകും ഉലുവയും പൊട്ടിച്ചിട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ഒനിയൻ കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസവും പച്ചമീനാണ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ മാത്രമേ വെജിറ്റബിൾസ് അങ്ങനെ ഓവറായിട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച നമുക്ക് ചിക്കനോ ബീഫോ എന്തെങ്കിലും ഉണ്ടാവും. അല്ലാതെ മിക്ക ദിവസവും നമ്മൾ മീൻ കഴിച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാറ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മീൻ അവിടെ റെഡിയാക്കാനും വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടക്കാണ് കേട്ടോ നമ്മൾ ഈ ഒനിയനും തക്കാളിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് വഴണ്ട് വരാൻ ടൈം ആകുമ്പോഴേക്ക് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഓൾറെഡി ക്ലീൻ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒപ്പം തന്നെ പണിയെടുക്കാം. കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട, അതൊക്കെ തൊലിച്ചിട്ട് ടൈം കളയണ്ട കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പണി മിക്സ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് പെരുംജീരകപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലരൊക്കെ മീൻ മുളക് ഇടുന്നതിലേക്ക് മല്ലിപ്പൊടി ഇടും അല്ലേ. ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. എന്തോ എനിക്കങ്ങനെ ഇടാൻ തോന്നാറില്ല, ചിലപ്പോൾ മാത്രമാണ് ഞാൻ അങ്ങനെ ഇടാറ്. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളി കൂടി അതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഞങ്ങളെ വീട്ടിൽ മീൻ മുള്ളിട്ടതും വേണം, അതേപോലെ തന്നെ നല്ല പുളിയിലും എരിവിലൊക്കെയാണ് കേട്ടോ അത് ഉണ്ടാക്കേണ്ടത്. പിന്നെ അത് നല്ല കളറില്ലാത്തത് നമ്മളെ മുളക് പൊടി നല്ല എരിവുണ്ടെങ്കിലും കളറ് കുറച്ച് കുറവാണ് കേട്ടോ. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി ഒന്നും അങ്ങനെ സെപ്പറേറ്റ് യൂസ് ആക്കണമില്ല. അപ്പോൾ നമ്മൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷസിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലതല്ലാത്ത വാല് തലയുടെ ആ ഭാഗമൊക്കെ പീസസാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിക്കാരെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. മീൻ കറിയിലേക്ക് അങ്ങനത്തെ പീസും നല്ല പീസുകൾ പൊരിക്കാനും കൊടുക്കും അല്ലേ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉപ്പേരിക്കായിട്ട് ഇന്നെടുത്തിട്ടുള്ളത് വഴുതനങ്ങയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 18 വയസ്സ് വരെ എനിക്കിഷ്ടമില്ലാത്തൊരു ഉപ്പേരി ആയിരുന്നു കേട്ടോ അത്. പിന്നെ ഒരു ദിവസം ഞാൻ അൺഎക്സ്പെക്റ്റഡ്ലി ഇമ്മച്ചിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് ശേഷം ഞാൻ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഇതിന് നന്നായിട്ടൊരു കറ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മീൻ കറി മാത്രം ഉണ്ടാക്കിയാൽ മക്കളൊന്നും മീൻ മുള്ളിട്ടത് കൂട്ടൂല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേറൊരു കറി കൂടി ഉണ്ടാക്കണം. ഇത് നമ്മൾ മെയിനായിട്ട് ഇവിടുത്തെ ആണുങ്ങളൊക്കെയാണ് കേട്ടോ മീൻ മുള്ളിട്ട് കഴിക്കാൻ. ഞാനും മക്കളൊന്നും കഴിക്കാറില്ല. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് ഇവിടെ ഉപ്പേരി കൂടി വേവിക്കാനായിട്ട് വെക്കണം. ഉപ്പേരി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിങ്ങനെ ഉപ്പും മുളകും ഇട്ടൊന്ന് വേവിച്ചതിന് ശേഷം അതിലേക്ക് തൂമിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അല്ലാണ്ട് തേങ്ങ ചതക്കി അങ്ങനെയൊന്നുമല്ല, നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു കൂട്ടാൻ ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കറ എത്ര കഴുകിയാലും പോവില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ ആ ഒരു വെള്ളത്തിന് ആ കളർ ഇട്ടിട്ടുള്ളത്. നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം ഇത് വേവില്ലാത്തൊരു സാധനമാണെങ്കിലും അടി പിടിക്കാൻ വേഗം നല്ല ചാൻസ് ഉണ്ട്. അതിൻ്റെ പുറത്തത്തെ തൊലി ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു തൊലിയല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്കുള്ള മസാല തയ്യാറാക്കാം. സാധാരണ എല്ലാ വീട്ടിലും തയ്യാറാക്കുന്നത് പോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പിലയും നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വിനിഗറാണ് കേട്ടോ ഒഴിക്കുക. നാരങ്ങ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പക്ഷെ ഞങ്ങൾ എന്നും ഇതന്നെ ആയതുകൊണ്ട് നാരങ്ങ എടുത്താൽ മുതലാവില്ല. അതുകൊണ്ട് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് സുർക്കയാണ് കേട്ടോ ഒഴിക്കാറ്. അപ്പോൾ അതുകൂടി ഒഴിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് കൂടിയിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്യുന്നുണ്ട് തന്നെ ഉള്ളൂ, നമ്മളിപ്പോൾ അത് പൊരിച്ചെടുക്കാറില്ല. ചോറ് തിന്നാനാവുമ്പോഴാണ് നമ്മൾ ഫിഷ് ചൂട് കൊടുക്കുക വേണം ഇവിടത്തേക്കൊക്കെ. അപ്പം അങ്ങനെ ചൂട് കൊടുക്കുകയാണ് കേട്ടോ പൊരിച്ചെടുക്കാറ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളെ ഉപ്പേരിയും ഏകദേശം വേവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേച്ച് വെച്ചിട്ടുള്ള മീനും സെറ്റായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പേരി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൂമിക്കണം. പക്ഷേ നമ്മൾ കറി വെച്ചിട്ട് കറിക്കും ഇതിക്കും ഒപ്പിച്ച് തൂമിക്കാന്ന് വെച്ചിട്ട് അതവിടെ സെപ്പറേറ്റ് വെച്ചിട്ടാണ്. നമ്മൾ ചേനക്കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അത് കറീൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിലായിട്ട് ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ബീഫ് കറി തോൽക്കുന്ന ടൈപ്പ് ഒരു ചേനക്കറിയാണ് കേട്ടോ.
നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബേസിക്കലി എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് മിക്കതും വെച്ചിട്ടുള്ളത്. എന്നും അങ്ങനെ ആയിക്കോണമെന്നില്ല, പക്ഷെ ഞാൻ കഴിക്കാണ്ടിരിക്കൊന്നുമില്ല. എന്ത് തന്നാലും കഴിക്കുന്ന ടൈപ്പാണ് കേട്ടോ ഞാൻ. ഇപ്പോൾ നമ്മൾ ചേന നന്നായിട്ട് കേക്ക് എടുക്കുന്നുണ്ട്. സീസൺ അല്ലാത്തതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ചെറുതായിട്ടൊരു ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചേന ഇനി മസാലപ്പൊടികളൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യണത്. ഇത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചേന കൂടി വെള്ളത്തോടൊപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയാണ് കേട്ടോ ഇടുന്നത്. പുളി ഇടുന്നവരെ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ തക്കാളിയാണ് ഇടുന്നത്. അപ്പോൾ ബീഫിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാനായിട്ട് നമ്മൾ ഉലുവയും ഇടുന്നുണ്ട്. അപ്പോൾ ജിഞ്ചറും ഗാർലിക്കും ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തിയിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമ്മൾ എക്സാക്റ്റ് ഒരു ബീഫ് കറിയുടെ ടേസ്റ്റ് വരും. വറുത്തെടുത്ത പൊടികളൊക്കെ അല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു റെസിപ്പി അറിയണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ലോങ് ആയിട്ട് പോകുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ സൗണ്ട് നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു ദിവസം പോലും വീഡിയോ ഇടാതിരിക്കണ്ട, എൻ്റെ ഒരു മടി കൊണ്ട് നമുക്ക് റീച്ച് കയറാണ്ടിരിക്കണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. എപ്പോഴും എനിക്ക് ശുഭപ്രതീക്ഷയാണ് എന്തെങ്കിലുമൊക്കെ ഹിറ്റാകും, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും എത്തുന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എത്ര റിസ്ക് എടുക്കാനും തയ്യാറാണ് കേട്ടോ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ 2 കറിയിലേക്കും ഉപ്പേരിയിലേക്കും ഒന്ന് തൂമിച്ചൊഴിക്കുകയാണ്. അപ്പോൾ തൂമിച്ചൊഴിക്കുമ്പോൾ ഞാൻ ചീരുള്ളി മാത്രമല്ല ഒരു 4-5 വെളുത്തുള്ളി കൂടെ ഒഴിക്കും. അതെന്ത് കറിയാണെങ്കിലും എനിക്ക് ഇഷ്ടമാണ് വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമ്മളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. മാഷാ അല്ലാ കുഴപ്പമില്ലാതെ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ 2ലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഉപ്പേരിയും കറിയും അതിൻ്റെ കൂടെ തന്നെ സെറ്റായതുകൊണ്ട് ഇനി നമുക്ക് പപ്പടം കൂടിയും പൊരിച്ചെടുക്കണം. നമ്മൾ കുറഞ്ഞ എണ്ണയിലാണ് കേട്ടോ പപ്പടം പൊരിച്ചെടുക്കാറ്. ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചതിന് ഇത്ര പിസ്റ്റിക്കുന്നതിന് നമ്മൾ പപ്പടം പൊരിച്ച എണ്ണ പിന്നെ വെറുതെ കളയേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ കുറേ എണ്ണ ഒഴിച്ചാണ്ട് അങ്ങനെ വേസ്റ്റാക്കി കളയാത്തത്. പപ്പടം പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കുള്ളൂ. നമ്മൾ ഓയിലാണ് കേട്ടോ പപ്പടമൊക്കെ പൊരിച്ചെടുക്കാറ്. നമ്മളത് കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറി എങ്ങനെയുണ്ടെന്ന് നമുക്ക് പുറത്ത് പോയിട്ടൊന്ന് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ കറിയുടെ ലുക്ക്. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ ഇങ്ങനെ ഈ ചേനക്കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ പ്ലീസ് ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയുള്ളൂ. നമ്മളെ ബീഫ് കറിയൊക്കെ അവിടെ കണ്ട് മാറി നിൽക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ചോറ് തിന്നാനായപ്പോഴാണ് കേട്ടോ ഫിഷ് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. നമ്മളൊരു ഇരുമ്പിൻ്റെ ചെറിയൊരു പാനിലാണ് കേട്ടോ പൊരിച്ചെടുക്കാറ്. അപ്പോൾ ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ ഈ ഒരു പാനിലാണ് ഇവിടെ പൊരിച്ചെടുക്കാറ്. അപ്പോൾ നമ്മളും അതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു നല്ല സുഖമാണ്, അടിയിലൊന്നും പിടിക്കാനൊന്നും നല്ല എളുപ്പത്തിൽ നമുക്ക് കിട്ടും. കുറഞ്ഞ സ്പേസ് ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കൂടി റെഡിയായാൽ നമ്മളെ ഇന്നത്തെ ഉച്ചയൂണിനുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറ് വിളമ്പിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ചേനക്കറി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ ഫേവറേറ്റാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സംഭവം എനിക്ക് ഈ ഒരു കറി ഉണ്ടായാൽ വേറൊന്നും വേണ്ട, പക്ഷെ നമ്മൾ ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് സൈഡിലായിട്ട് സെറ്റ് ചെയ്യാം. വഴുതനങ്ങ ഉപ്പേരിയും മീൻകറിയും മീൻപൊരിയും പപ്പടവും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അടിപൊളി ഊണിൻ്റെ തയ്യാറെടുപ്പ് വിശേഷങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് സാധാരണക്കാർക്ക് ഇത് തന്നെ ലാവിഷായിട്ടുള്ള ലഞ്ചാണ്. ബാക്കിയുള്ളവർ ഇത്ര ഐറ്റംസ് ഉള്ളൂ അങ്ങനെ ചോദിക്കും. കുറേ ആൾക്കാർ ഇത്ര ഐറ്റംസിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഉള്ളതുപോലെ കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചും ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.